ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് ഇന്നലെ തന്നെ അത് പഠിക്കണം, ഗോ ത്രൂ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ അതായത് ബുക്കിലെ അപ്പൻഡിക്സിൽ നിന്ന് ഒരു ഫോമാറ്റും ഒക്കെ അയച്ചു തന്നു അല്ലേ. അപ്പം നിങ്ങളത് ഗോ ത്രൂ ചെയ്ത് കാണും. മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനെ പറ്റി ഏതാണ്ടൊരു ഐഡിയ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബേസിക് ഫൗണ്ടേഷനെ ബേസ് ചെയ്തുള്ള ആയതുകൊണ്ട് ഈ നേരത്തെയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്ന് ഫൗണ്ടേഷനായിട്ട് പഠിക്കേണ്ടത് പഠിച്ചില്ലെങ്കിൽ പിന്നെ പറയുന്ന ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് അന്നന്ന് പഠിക്കേണ്ടത് അന്നന്ന് തന്നെ പഠിച്ചു വിടണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കും. കാരണം നമ്മൾ പേഷ്യൻ്റൊന്നും ഇല്ലാതെയും ഹോസ്പിറ്റലൊന്നും പോകാതെയും ബുക്ക് മാത്രം വെച്ചും അതും ടീച്ചറിൻ്റെ മുഖം കാണാതെയും ക്ലാസ് റൂം ഇല്ലാതെയും ഓൺലൈനായിട്ടൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിൽ കയറേണ്ടതിൻ്റെ എത്ര പെർസെൻറ്റേജ് ബ്രെയിനിൽ കയറുന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് അസസ് ചെയ്യണം. അപ്പം അതുകൊണ്ട് പഠിച്ച് പാസ്സായൊക്കെ പോകണമെങ്കിൽ നല്ലപോലെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും പഠിക്കുകയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചില പരിഹാര മാർഗ്ഗങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തന്നെ. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഞാനിന്ന് മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനെ പറ്റിയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് കാണുമ്പം തന്നെ അറിയാം മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനുമായിട്ട് കണക്ട് ചെയ്ത എന്തായാലും ഒരു ടോപ്പിക്കാണിത്. പക്ഷേ അതിന് മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ അത് പറഞ്ഞേക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് വളരെ ബ്രീഫായിട്ട് ചെയ്യുന്ന ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനാണ്. മറ്റേത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും ഒന്നുമല്ല. ഒത്തിരി കമ്പോണൻസ് ഒക്കെ നമ്മളത് പഠിച്ചു. അത് ഓരോന്നും എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, പേഷ്യൻറ്റിന് എൻ്റെ റെസ്പോൺസ് എങ്ങനെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിച്ചത്. പക്ഷേ ഇതിനകത്ത് അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ തന്നെയാണ് ഇതിനകത്തും. പക്ഷേ എന്നാലും ഇത് വളരെ ബ്രീഫായിട്ട് കുറച്ച് സമയം കൊണ്ട് ചെയ്യുന്ന ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനാണ് ഈ പറയുന്ന മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. അത് ഒരു 20 to 30 മിനിറ്റ്സ് കൊണ്ടൊക്കെ ചെയ്യാം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ ബ്രീഫ് 30-point questionnaire used to screen ഫോർ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്. അതായത് പേഷ്യൻറ്റിൻ്റെ കോഗ്നിറ്റീവ് ഇമ്പയർമെൻ്റ് ഉള്ള പേഷ്യൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻ എങ്ങനെയുണ്ടെന്ന് അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 30-point questionnaire ആണിത്. മനസ്സിലായോ? ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോൾസ്റ്റീൻ ടെസ്റ്റ്, വിച്ച് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1975. ഫോൾസ്റ്റീൻ FOLSTEIN, ഫോൾസ്റ്റീൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരിനെ ബേസ് ചെയ്തായിരുന്നു ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫോൾസ്റ്റീൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1975. അത് ഒരു വളരെ ബ്രീഫായിട്ടുള്ള ഒരു 30-point questionnaire ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രീനിങ് ഓഫ് കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് ഓഫ് ദ പേഷ്യൻറ്റ്. കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് കൂടുതലും പേഷ്യൻ്റെ മെമ്മറി, കാൽക്കുലേഷന്, തിങ്കിങ്, അങ്ങനെയുള്ള ചില രജിസ്ട്രേഷൻ ഇൻ ദ ബ്രെയിൻ, ഇങ്ങനെയുള്ള ചില ഹയർ മെൻ്റൽ ഫങ്ഷനെ മാത്രം ആസ്പദമാക്കിയുള്ള അസസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബ്രീഫ് ടൈപ്പ് ഓഫ് മെൻ്റൽ മെക്കാനിസമാണിത്. മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനാണിത്. അതുകൊണ്ട് അതിനെ MMSE എന്ന് ബ്രീഫായിട്ടും പറയും, ഷോർട്ട് ഫോമിൽ പറയും. എന്ന് പറഞ്ഞാൽ മിനി, ദെൻ MSE മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. അപ്പോൾ MMSE എന്നാണ് ഇത് യൂഷ്വലി ഷോർട്ട് ഫോമിൽ എഴുതി കാണാറ്. അപ്പം ഇറ്റ് ഈസ് എ ബ്രീഫ് 30-point questionnaire used to screen for cognitive impairment, and also it is known as Folstein test, which was introduced in 1975. ഇനിയും ഇത് എന്തൊക്കെ കാര്യത്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. It is used to follow a course of cognitive changes in individuals. അതായത് ഒരിക്കൽ രോഗിയായിട്ട് വന്നാൽ മേ ബി പേഷ്യൻറ്റിന് മാസീവ് ഇമ്പയർമെൻറ്റോ കോഗ്നിറ്റീവ് ഫങ്ഷനോ ഒരു പക്ഷേ ഉണ്ടാവാം. പക്ഷേ മരുന്നൊക്കെ കൊടുത്തു കഴിയുമ്പം ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഇൽനെസ് ഇതിൽ വേരിയേഷൻ വരാം. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അത് എത്രമാത്രം അതിൻ്റെ പ്രോഗ്നോസിസ് എങ്ങനെയാണ്, എത്രമാത്രം കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് നിലനിൽക്കുന്നുണ്ടോ, അതോ അത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ബെറ്റർ ആകുന്നുണ്ടോ, അങ്ങനെ അതിൻ്റെ പ്രോഗ്നോസിസ് എത്രമാത്രം ഉണ്ട്, ഇതൊക്കെ നോക്കാൻ വേണ്ടി ഈ പറയുന്ന ടെസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇറ്റ് ഈസ് യൂസ് ടു ഫോളോ എ കോഴ്സ് ഓഫ് കോഗ്നിറ്റീവ് ചേഞ്ചസ് ഇൻ ദ ഇൻഡിവിജ്വൽസ്. ദെൻ ഇറ്റ് ഈസ് എൻ ഇഫക്റ്റീവ് വേ ടു ഡോക്യുമെൻറ്റ് ആൻ ഇൻഡിവിജ്വൽസ് റെസ്പോൺസ് ടു ട്രീറ്റ്മെൻറ്റ്. അതായത് ആദ്യമേ രോഗി അഡ്മിഷൻ സമയത്ത് കടുത്ത രോഗിയായിരിക്കാം. അത് കഴിയുമ്പം പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് മെഡിസിൻ കിട്ടിക്കഴിയുമ്പോൾ പേഷ്യൻറ്റ് ബെറ്റർ ആകാം. അങ്ങനെ വരുന്നതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസ് ടു ട്രീറ്റ്മെൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന് അസസ് ചെയ്യാൻ ഈ പറയുന്ന മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ഷോർട്ട് ടേം ടെസ്റ്റ്
വിച്ച് ക്യാൻ ബി ഡൺ വിതിൻ മിനിമം 15 മിനിറ്റ്സ് അല്ലെ 15 to 30 മിനിറ്റ്സ് കൊണ്ടൊക്കെ അത് പേഷ്യൻ്റെ കോപ്പറേഷനെയൊക്കെ ആസ്പദമാക്കിയിരിക്കും. എന്നാലും ഒരു കോപ്പറേറ്റീവ് പേഷ്യൻ്റാണെങ്കിൽ നമുക്കൊരു 15-20 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതാണ് മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കേസസിലേക്കാണ്. പിന്നെ ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനും സ്കോറിങ്ങും ആണ്. ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു 30 പോയിൻ്റ് ക്വസ്റ്റ്നെയർ ആണെന്ന് പറഞ്ഞു. 30 പോയിൻ്റ് ക്വസ്റ്റ്നെയർ. അപ്പോൾ ഇതെങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെന്നും സ്കോർ ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ആയിട്ട് പലതായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. പേഷ്യനെ അസസ് ചെയ്യുന്നതിനെ പല ഏരിയാസായിട്ട് പല ടാസ്ക്കായിട്ട് തിരിച്ചിട്ടാണ് പേഷ്യനെ കൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ ചെയ്യിക്കുന്നത്. മനസ്സിലായോ? ആൻസർ ചെയ്യിക്കും, അല്ലെങ്കിൽ ഒരു ടാസ്ക്കായിട്ട് കൊടുത്തിട്ട് പേഷ്യൻ്റ് അതിൻ്റെ ഉത്തരം പറയാൻ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞാൽ ഓറിയൻറ്റേഷനാണ്. ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നതിന് 10 പോയിൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡ് വൺ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ബുക്ക് രജിസ്റ്റർ ചെയ്യുന്നൊന്നും അല്ല, നമ്മുടെ ബ്രെയിനിൽ പല പല കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ടോ, മെമ്മറിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഗോയിങ് ഓൺ ആണ്. അതിന് 3 പോയിൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ അടുത്തത് അറ്റൻഷൻ ആൻഡ് കാൽക്കുലേഷൻ, അതിന് 5 പോയിൻറ്റ്സ്. പിന്നെ റീകോളിംഗ് കപ്പാസിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, അതിന് 3 പോയിൻറ്റ്സ്. പിന്നെ ലാംഗ്വേജ്, അതിന് 9 പോയിൻറ്റ്സ്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പം ടോട്ടൽ സ്കോർ ഓഫ് 30. അപ്പം പേഷ്യൻറ്റിന് 30 പോയിൻറ്റ്സ് കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്കോറിംഗ് ആണ് ഇവിടെ നടത്തിയേക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, ഓറിയൻറ്റേഷന് 10 പോയിൻറ്റ്, രജിസ്ട്രേഷന് 3 പോയിൻറ്റ്സ്, അറ്റൻഷൻ ആൻഡ് കാൽക്കുലേഷന് 5 പോയിൻറ്റ്സ്, റീകോളിങ്ങിന് 3 പോയിൻറ്റ്സ്, ലാംഗ്വേജിന് 9 പോയിൻറ്റ്സ്. പിന്നെ അങ്ങനെ എല്ലാം കൂടി ചേർക്കുമ്പോൾ ടോട്ടൽ സ്കോർ ഓഫ് ദിസ് ടെസ്റ്റ് ഈസ് 30, അല്ലെങ്കിൽ 30 പോയിൻറ്റ്സ് പേഷ്യന് കിട്ടണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ്. ഇനി ഇത് ഓരോന്നും എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഓറിയൻറ്റേഷൻ ആണെന്ന് പറഞ്ഞില്ല, അതിന് 10 പോയിൻറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓറിയൻറ്റേഷന് 10 പോയിൻറ്റ്സ്. ഈ 10 പോയിൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഓറിയൻറ്റേഷൻ ടു ടൈം പേഷ്യൻ്റ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ ഓറിയൻറ്റേഷൻ ടു പ്ലേസ്, ഇങ്ങനെ രണ്ടായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് 5 പോയിൻറ്റ്സ് വീതം കൊടുക്കുക ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് ഓറിയൻറ്റേഷൻ ടു ടൈം എന്ന് പറയുമ്പം, ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റിന് ഇത് ഏത് ഇയർ, സീസൺ, ഡേറ്റ്, ഡേ, മന്ത്, ഇത്രയും കാര്യങ്ങൾ ചോദിക്കും. ഫോർ എക്സാമ്പിൾ പേഷ്യനോട് ചോദിക്കും ഇത് ഏത് വർഷമാണ്, ഇത് ഏത് സീസണാണ്, ഇന്ന് എത്രയാണ് ഡേറ്റ്, പിന്നെ ഇന്ന് ഏത് ദിവസമാണ്, ഇന്ന് ഏത് മാസമാണ്. ഇങ്ങനെ 5 കാര്യങ്ങൾ പേഷ്യനോട് ചോദിക്കും. അത് ഓറിയൻറ്റേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യനാണ് അല്ലേ. അതായത് നമ്മൾ ഇയർ ചോദിക്കുന്നു, സീസൺ ചോദിക്കുന്നു, ഡേറ്റ് ചോദിക്കുന്നു, ഡേ ചോദിക്കുന്നു, മന്ത് ചോദിക്കുന്നു. ഇങ്ങനെ 5 കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തി ചോദിക്കുമ്പോൾ 5ഉം കറക്റ്റായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ 5 പോയിൻറ്റ്സ് പേഷ്യന് കൊടുക്കാം. മനസ്സിലായോ? വേറെ ഏതെങ്കിലും തെറ്റിപ്പോയാൽ അതിനനുസരിച്ച് പേഷ്യൻ്റെ പോയിൻറ്റ്സ് കുറയും. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ ഓറിയൻറ്റേഷൻ ടു പ്ലേസ്. അതിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ കൺട്രി ഏതാണ്, രാജ്യം ഏതാണ്, നമ്മൾ ഏത് സ്റ്റേറ്റുകാരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ടൗൺ ഏതാണ്, ഏത് ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കുമല്ലോ എന്തായാലും ഇത് ചെയ്യുന്നത്, അത് ഏത് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലാണ് നിങ്ങൾ കിടക്കുന്നത്, എത്രാമത്തെ ഫ്ലോറിലാണ്. ഇത്രയും കാര്യങ്ങൾ അഗെയിൻ പേഷ്യനോട് ചോദിക്കും. അവിടെയും 5 ചോദ്യങ്ങളാണുള്ളത്. റിലേറ്റഡ് ടു ഓറിയൻറ്റേഷൻ ടു പ്ലേസ് ആണ്, കൺട്രി, സ്റ്റേറ്റ്, ടൗണ്, ഹോസ്പിറ്റൽ, ഫ്ലോർ. ഇത്രയും 5 ചോദ്യങ്ങൾക്കും പേഷ്യൻ്റ് എങ്ങനെയാണ് ഉത്തരം പറയുന്നത് നോക്കി പോയിന്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ കറക്റ്റ് പോയിന്റിനും, ഓരോ കറക്റ്റ് ആൻസറിനും 1 പോയിന്റ് വെച്ച് 5 പോയിന്റ്സ് കൊടുക്കാം. ഇപ്പം ഓറിയൻറ്റേഷന് 10 പോയിന്റ്സ് എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. ഇനിയും അടുത്തത് രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷന് 3 പോയിന്റ്സ് ആണുള്ളത്. ദാറ്റ് മീൻസ് നെയിം 3 അൺറിലേറ്റഡ് ഓബ്ജക്ട്സ് ഇൻ 3 സെക്കൻഡ്സ്. അതായത് നമ്മൾ തന്നെ പേഷ്യൻറ്റിനോട് 3 അൺറിലേറ്റഡ് ഓബ്ജക്റ്റിൻ്റെ പേര് അങ്ങോട്ട് പറയുക, 3 സെക്കൻഡ്സ് ഉപയോഗിച്ച് പറയണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ആന, മയിൽ, മേശ, ഇങ്ങനെ മൂന്ന് ഒരു ആനിമലിൻ്റെ പേര്, ഒരു ബേർഡിൻ്റെ പേര്, ഒരു ഫർണിച്ചറിൻ്റെ പേര്, ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. 3 അൺറിലേറ്റഡ് വേർഡ് നമ്മൾ പേഷ്യനോട് പറയുന്നു. അത് ഓരോന്നിനും 1 സെക്കൻഡ് വെച്ച് 3 സെക്കൻഡ് എടുത്ത് ഇത് പറയാവുള്ളൂ. എന്നിട്ട് പേഷ്യനോട് അത് അതുപോലെ തന്നെ തിരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പറയുക. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതേ ഓർഡറിൽ അത്രയും സമയം എടുത്ത് തിരിച്ചിങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറയുക. മനസ്സിലായോ? അതാണ് നെയിം 3 അൺറിലേറ്റഡ് ഓബ്ജക്റ്റ് ഇൻ 3 സെക്കൻഡ് ആൻഡ് ആസ്ക് ദ പേഷ്യൻ്റ് ടു റിപ്പീറ്റ് ഇൻ ദ സെയിം വേ ആൻഡ് 1 സ്കോർ ഫോർ ഈച്ച് കറക്റ്റ്ലി റിപ്പീറ്റഡ് നെയിം ഇൻ ദ കറക്റ്റ് വേ. ആ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ അതേ ഓർഡറിൽ 3 സെക്കൻഡ്സ് ഉപയോഗിച്ച് പേഷ്യൻ്റ് ഉത്തരം പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞ ആ 3 വേർഡും പറഞ്ഞാൽ പേഷ്യൻറ്റിന് 3 പോയിൻറ്റ്സ് സ്കോർ കിട്ടും.
തെറ്റിപ്പോയാൽ കിട്ടത്തില്ല. 2 പറയുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് 2 പോയിൻ്റേ കിട്ടത്തുള്ളൂ, 1 പറയുന്നുണ്ടെങ്കിൽ 1 കിട്ടത്തുള്ളൂ. ഈ കൂടുതൽ സമയം എടുത്ത് പറഞ്ഞാലും സ്കോറിൽ വ്യത്യാസം വരും. ഓക്കെ, അതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പേഷ്യൻ്റെ രജിസ്ട്രേഷനെ അസസ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് പേഷ്യൻ്റെ ബ്രെയിനിൽ ചെന്ന് രജിസ്റ്റേർഡ് ആകും. അതുകൊണ്ടാണല്ലോ നമ്മളത് റീകോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പേഷ്യൻ്റ് റീകോൾ ചെയ്യുന്ന ആ റീകോളിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻ്റ് പറഞ്ഞത് തിരിച്ച് ഇങ്ങോട്ട് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് രജിസ്ട്രേഷന് 3 പോയിൻറ്റ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അറ്റൻഷൻ ആൻഡ് കാൽക്കുലേഷനാണ്. അതിന് 5 പോയിൻറ്റ്സാണ് കൊടുക്കുന്നത്. അറ്റൻഷൻ ആൻഡ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പം ആസ് ദ പേഷ്യൻ്റ് കൗണ്ട് ബാക്ക്വേർഡ് ഫ്രം 100 ഇൻ ബ്ലോക്ക് ഓഫ് 7 ആൻഡ് സ്റ്റോപ്പ് ആഫ്റ്റർ 5 സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനോട് 100-ൽ നിന്ന് 7 വീതം കുറച്ച് പുറകോട്ട് എണ്ണാൻ പറയും. 100, 93 അങ്ങനെ 5 ഉത്തരം ഡിജിറ്റ് പറഞ്ഞു കഴിയുമ്പോൾ നിർത്താൻ പറയും. 5 എണ്ണം പറഞ്ഞാൽ മതി. 5 പോയിൻറ്റ്സ് നമ്മൾ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് 5 എണ്ണം പറയുമ്പോൾ നിർത്താൻ പറയണം. അതായത് ആസ് ദ പേഷ്യൻ്റ് കൗണ്ട് ബാക്ക്വേർഡ്സ് ഫ്രം 100 ഇൻ ബ്ലോക്ക് ഓഫ് 7 ആൻഡ് സ്റ്റോപ്പ് ആഫ്റ്റർ 5 സബ്ട്രാക്ഷൻസ്. മനസ്സിലായോ? 5 പ്രാവശ്യം പുറകോട്ട് എണ്ണി കഴിയുമ്പോൾ നിർത്താൻ പറയുക. ആൻഡ് ഓരോന്നിനും ഈച്ച് സ്കോർ ഫോർ ഈച്ച് കറക്റ്റ് ആൻസർ. പേഷ്യൻ്റ് കറക്റ്റായിട്ടാണ് ബാക്ക്വേർഡായിട്ട് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഓരോ കറക്റ്റ് ആൻസറിനും ഒരു പോയിന്റ് വീതം കൊടുക്കാം. അപ്പോൾ 5 കറക്റ്റാണെങ്കിൽ 5 പോയിൻറ്റ്സ് കൊടുക്കാം പേഷ്യൻ്റ്. മനസ്സിലായോ? അതാണത്. അല്ലെങ്കിൽ ചില പേഷ്യൻസിന് ഈ നമ്പർ വെച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ വേറൊരു ഓപ്ഷൻ കൂടെ കൊടുക്കാറുണ്ട്. അതായത് ഇഫ് ഹി കനോട്ട് ഓർ വിൽ നോട്ട് പെർഫോം ദ ടാസ്ക് ആസ്ക് ഹിം ടു സ്പെൽ ദ വേൾഡ് ബാക്ക്വേർഡ്സ്. അതായത് വേൾഡ് എന്ന് പറയുന്ന വേർഡിലെ സ്പെല്ലിങ് ബാക്ക്വേർഡായിട്ട് പറയാൻ പറയണം. ഇപ്പം നമ്മൾ സ്പെല്ലിങ് എന്തുവാണ്? വേൾഡിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ WORLD എന്നാണ്. അതിനകത്ത് 5 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? എന്നിട്ട് പേഷ്യൻറ്റിനോട് അതിലെ സ്പെല്ലിങ് റിവേഴ്സ് ആയിട്ട് പറയാൻ പറയണം. അതായത് DLROW എന്നാണ് പറയണ്ടേ. അങ്ങനെ പേഷ്യൻ്റ് പറയുവാണെങ്കിൽ, എല്ലാം കറക്റ്റ് ആകുവാണെങ്കിൽ പേഷ്യൻറ്റിന് 5 പോയിൻറ്റ്സ് കൊടുക്കാം. അതല്ല ഓരോന്നും തെറ്റിപ്പോയാൽ പേഷ്യൻറ്റിൻ്റെ പോയിൻറ്റ്സ് കുറഞ്ഞു പോകും. അതായത് ഇപ്പോൾ അറിയാമല്ലോ, W എന്ന് നമ്മളിപ്പം DLROW എന്നാണ് പേഷ്യൻ്റ് പറയുന്നത്. അപ്പോൾ D എന്ന് പറയുന്ന ലെറ്ററിൻ്റെ 5-ാം സ്ഥാനത്താണ്, L എന്ന് പറയുന്നത് 4-ാം സ്ഥാനത്താണ്, R എന്ന് പറയുന്നത് 3-ാം സ്ഥാനത്താണ്, O എന്ന് പറയുന്ന ലെറ്റർ 2-ാം സ്ഥാനത്താണ്, W എന്ന് പറയുന്നത് 1-ാം സ്ഥാനത്താണ്. ഇങ്ങനെ സ്ഥാനം മാറ്റി പറഞ്ഞാൽ ഓരോ സ്ഥാനമാറ്റത്തിനും തെറ്റായിട്ടാണ് സ്ഥാനം മാറുന്നതെങ്കിൽ പേഷ്യൻറ്റിന് ഓരോ പോയിൻറ്റ്സ് നഷ്ടപ്പെടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ പേഷ്യൻറ്റിനെ കൊണ്ട് ചെയ്യിക്കാം. ഐദർ നമ്മൾ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ പേഷ്യനോട് ഈ പറയുന്ന വേൾഡ് എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിങ് മറച്ച് പറയാൻ പറയുക. ഇത് രണ്ടും കൂടെ ചെയ്യിക്കേണ്ട, ഏതെങ്കിലും ഒരെണ്ണം ചെയ്യിച്ചാൽ മതി. അതിന് 5 പോയിൻറ്റ്സാണ് ഉള്ളത്. മനസ്സിലായല്ലോ? എങ്ങനെയാണ് അറ്റൻഷൻ ആൻഡ് കാൽക്കുലേഷൻ നോക്കുന്നതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെ അടുത്തത് റീകോളിംഗ് ആണ്. റീകോളിംഗ് എന്ന് പറഞ്ഞാൽ ഓർത്ത് പറയുക എന്നതിൻ്റെ അർത്ഥം. ഒരു പ്രാവശ്യം നമ്മൾ കേട്ടത് നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്തതിനെ ഓർമ്മയിൽ നിന്ന് നമ്മൾ എടുത്ത് പിന്നെ നമ്മൾ പറയുന്നതിനാണ്, തിരിച്ചറിഞ്ഞ് പറയുന്നതിനാണ് നമ്മൾ റീകോളിംഗ് എന്ന് പറയുന്നത്. ഈ റീകോളിങ്ങിന് ഇവിടെ 3 പോയിൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ റീകോൾ ചെയ്യാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് ഫോർ ദ 3 ഒബ്ജക്റ്റ് റിപ്പീറ്റഡ് എബവ് ആൻഡ് 1 പോയിൻറ്റ് ഫോർ ഈച്ച് കറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ 3 അൺറിലേറ്റഡ് വേർഡ് പേഷ്യനെ കൊണ്ട് പറയിച്ചായിരുന്നല്ലോ. നമ്മൾ പറഞ്ഞിട്ട് അത് തിരിച്ച് പറയാൻ പറഞ്ഞില്ലേ 3 വേർഡ്. ആ വേർഡ് തന്നെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ പറയണം. 3 വേർഡ് നേരത്തെ പറഞ്ഞ, ഇപ്പം തന്നെയാണെങ്കിലും ഞാൻ എലിഫൻറ്റ്, പീക്കോക്ക്, അതുപോലെ തന്നെ ടേബിൾ എന്നാണ് പറഞ്ഞത്. ഈ 3 വേർഡും പണ്ട് പറഞ്ഞ ആ 3 വേർഡ് ഓർമ്മയിൽ നിന്നെടുത്ത് റീകോൾ ചെയ്ത് ഇങ്ങോട്ട് പറയാൻ പറയണം. അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ 3 പോയിൻറ്റ്സ് കൊടുക്കാം. അതാണ് റീകോളിംഗ്. ഓക്കെ, അതും ഒരു കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആണല്ലോ റീകോളിംഗ് ഒക്കെ. ഇനി അടുത്തത് ലാംഗ്വേജ് ആണ്. അതിന് 9 പോയിൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നെയിമിങ് എ റിസ്റ്റ് വാച്ച് ഷോൺ. അതായത് നമ്മളൊരു വാച്ച് എടുത്ത് കാണിച്ചിട്ട് അതെന്താണെന്ന് ചോദിച്ചിട്ട് ആ പേഷ്യൻ്റ് അതിൻ്റെ പേര് പറയുമോ എന്ന് നോക്കുക. അതാണ് നെയിമിങ് എ റിസ്റ്റ് വാച്ച് വിച്ച് ഇസ് ഷോൺ ടു ദ പേഷ്യൻറ്റ്. പിന്നെ നെയിമിങ് എ പെൻസിൽ വിച്ച് ഇസ് ഷോൺ ടു ദ പേഷ്യൻറ്റ്. ദെൻ റെപ്പറ്റീഷൻ, അതായത് ആസ് ദ പേഷ്യൻറ്റ് റിപ്പീറ്റ് എ സെൻറ്റൻസ് ടോൾഡ് ബൈ യു വിതൗട്ട് ഈവ്സ് ആൻഡ് ബട്ട്സ് 1 പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സെൻറ്റൻസ് പേഷ്യനോട് പറയാം, ഒരു സിമ്പിൾ സെൻറ്റൻസ്, അതിനകത്ത് ഈഫ്, ബട്ട്, ആൻഡ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ സെൻറ്റൻസ് പേഷ്യനോട് പറഞ്ഞിട്ട് അത് അതുപോലെ തന്നെ തിരിച്ച് നമ്മളോട് പറയാൻ പറയുക. മനസ്സിലായോ? അങ്ങനെ പേഷ്യൻ്റ് കറക്റ്റായിട്ട് പറഞ്ഞാൽ പേഷ്യൻറ്റിന് 1 പോയിൻറ്റ് കൊടുക്കാം. മനസ്സിലായല്ലോ? പിന്നെ ഒരു
3 സ്റ്റേജ് കമാൻഡാണ്. അതിന് 3 പോയിൻറ്റ്സ് കൊടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിനോട് ഒരു ടാസ്ക് ചെയ്യിക്കുക, 3 കമാൻഡ് കൊടുത്തിട്ട് പേഷ്യൻറ്റിനോട് ഒരു ടാസ്ക് ചെയ്യിക്കുന്നതിനാണ് നമ്മൾ ഈ 3 സ്റ്റേജ് കമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ആ ടാസ്കിനകത്ത് നമ്മൾ 3 കമാൻഡാണ് പേഷ്യൻറ്റ് കൊടുക്കുന്നത്. പേഷ്യൻ്റ് അത് ഫോളോ ചെയ്യുന്നത് നോക്കണം. അതാണ് 3 സ്റ്റേജ് കമാൻഡ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് സിമ്പിളാണ്. ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് പേഷ്യനോട് പറയുക, അത് 2ആയിട്ട് മടക്കാൻ പറയുക. അപ്പോൾ ആദ്യമേ ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക എന്നുള്ളതും പേഷ്യൻ്റെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ 3 സ്റ്റേജ് കമാൻഡ് എന്ന് പറഞ്ഞതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് give the person a piece of blank white paper and ask him to follow a 3 stage command. അതായത് എന്താണെന്ന് ചോദിച്ചാൽ ടേക്ക് എ പേപ്പർ ഇൻ യുവർ റൈറ്റ് ഹാൻഡ്, ഫോൾഡ് ഇൻ ഹാഫ് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ദ ഫ്ലോർ. അതായത് നമ്മളൊരു പേപ്പർ കൊടുത്തിട്ട് അത് അയാളുടെ റൈറ്റ് ഹാൻഡിൽ എടുക്കാൻ പറയുക. കൊടുക്കുന്ന പേപ്പർ ഒരു പേപ്പർ റൈറ്റ് ഹാൻഡിൽ എടുത്തിട്ട് ആ പേപ്പർ 2ആയിട്ട് മടക്കുക. ഫസ്റ്റ് ആ കമാൻഡ് നമ്മൾ എടുക്കാൻ പറയുന്നതാണ് ഫസ്റ്റ് കമാൻഡ്. പിന്നെ 2ആയിട്ട് മടക്കാൻ പറയുന്നത് സെക്കൻഡ് കമാൻഡാണ്. എന്നിട്ടത് താഴെ ഇടാൻ പറയുക, അത് 3ാമത്തെ കമാൻഡ്. ഇത് 3ഉം പേഷ്യൻ്റ് കേട്ട് അതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിനാണ് 3 പോയിൻറ്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, 3 സ്റ്റേജ് കമാൻഡ്. ജസ്റ്റ് ടെൽ ദ പേഷ്യൻറ്റ് ടു ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്, ദെൻ ടെൽ ഹിം ടു ഫോൾഡ് ഇറ്റ് ഇൻറ്റു 2, 2ആയിട്ട് മടക്കുക. ദെൻ ടെൽ ഹിം ടു പുട്ട് ഇറ്റ് ഡൗൺ. ഈ 3 കമാൻഡും പേഷ്യൻ്റ് അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്യുന്നെങ്കിൽ അതിന് 3 പോയിൻറ്റ്സ് കൊടുക്കാം. അതാണ് വേറൊരു ലാംഗ്വേജ് ടാസ്ക്. പിന്നെ റീഡിങ് ടാസ്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് റൈറ്റ് ഓൺ എ പേപ്പർ ഇൻ ഇൻവേർട്ടർ കോമ ക്ലോസ് യുവർ ഐസ്. അതായത് പേഷ്യൻറ്റിന് വായിക്കാൻ പറ്റുന്ന വലിയ അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു പീസ് ഓഫ് പേപ്പറിൽ ക്ലോസ് യുവർ ഐസ് എന്ന് എഴുതുക. മനസ്സിലായോ? പേഷ്യൻറ്റിന് വായിക്കാൻ പറ്റുന്ന പോലെയുള്ള ലെറ്ററിലായിരിക്കണം, അത് പേഷ്യൻറ്റിന് റീഡബിൾ ആയിരിക്കണം. അങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് പേഷ്യൻറ്റിനോട് അത് വായിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറയുക. മനസ്സിലായോ? അതാണ് നമ്മൾ കൊടുക്കുന്ന റീഡിങ് ടാസ്ക്. അതായത് യു ആർ ഗിവിങ് a sentence written on a piece of paper which is readable to the patient, that what we are writing is close your eyes. മനസ്സിലായോ? ആ ക്ലോസ് യുവർ ഐസ് എന്നാണ് പറയുന്നത്. അപ്പം അത് വായിച്ചിട്ട് അതുപോലെ പ്രവർത്തിക്കാൻ പേഷ്യൻറ്റിനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പേഷ്യൻ്റ് അത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് കണ്ണടയ്ക്കണമല്ലോ, അല്ലേ? അപ്പോൾ വായിക്കുകയും ചെയ്യണം, അതിനനുസരിച്ച് പേഷ്യൻ്റ് ആക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പം വായിച്ചത് പേഷ്യൻറ്റിന് മനസ്സിലായി എന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ പേഷ്യൻ്റ് കണ്ണടയ്ക്കുന്നത്. അപ്പോൾ അതാണ് റീഡിങ് ടാസ്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് പേഷ്യൻ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്താൽ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്താൽ അതിന് 1 പോയിൻറ്റ് കൊടുക്കാം. ഓക്കെ. പിന്നെ അടുത്തത് റൈറ്റിംഗ് ആണ്. റൈറ്റിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ആസ് ദ ഇൻഡിവിജ്വൽ ടു റൈറ്റ് എ സെൻറ്റൻസ് ഓഫ് ഹിസ് ഓൺ ചോയ്സ് ഓൺ എ ബ്ലാങ്ക് പേപ്പർ. ദെൻ ദ സെൻറ്റൻസ് മസ്റ്റ് കണ്ടെയ്ൻ സബ്ജക്റ്റ് ആൻഡ് വെർബ്, ബട്ട് it should have a sense or it should have a meaning, but spelling, punctuation, grammar it is not a must. അതായത് പേഷ്യൻറ്റിനോട് ഒരു സെൻറ്റൻസ് എഴുതാൻ പറയുക പേപ്പറിൽ. അത് പേഷ്യൻ്റ് ഇഷ്ടമുള്ള സെൻറ്റൻസ് എഴുതാം. പക്ഷേ ആ എഴുതുന്ന സെൻറ്റൻസിൽ എന്താ വെർബും സബ്ജക്റ്റും അതൊക്കെ ഉണ്ടാവണം. ആ എഴുതുന്ന സെൻറ്റൻസിന് ഒരു മീനിങ്ങും ഉണ്ടാകണം. പക്ഷേ അതിനകത്ത് എന്താ ഗ്രാമറോ ഫുൾ സ്റ്റോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. പക്ഷേ അല്ലാതെ ഒരു സെൻറ്റൻസ് പ്രോപ്പർലി മറ്റുള്ളവർക്കൊരു മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സെൻറ്റൻസ് പേഷ്യൻറ്റിന് എഴുതാൻ കഴിയുമോ എന്ന് നോക്കുക. അതാണ് പറയുന്നത് ആസ് ദ ഇൻഡിവിജ്വൽ ടു റൈറ്റ് എ സെൻറ്റൻസ്. അതിപ്പോൾ നമ്മൾ പറയുന്ന സെൻറ്റൻസ് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കത്തില്ല. പേഷ്യൻ്റ് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് പേഷ്യൻ്റെ ഓൺ സെൻറ്റൻസ് എഴുതണം. ആ സെൻറ്റൻസ് എന്താണെന്ന് മറ്റുള്ളവർക്ക് വായിച്ചാൽ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ളൊരു സെൻറ്റൻസ് ആവണം. പിന്നെ അതിന് സബ്ജക്റ്റും വെർബും ഒക്കെ ഉണ്ടാവണം. അതായത് സബ്ജക്റ്റും വെർബും ഒന്നും ഇല്ല നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും അതിന് മീനിങ് കാണത്തില്ലല്ലോ. അതുകൊണ്ട് മീനിങ് ഫുൾ ആകണമെങ്കിൽ സബ്ജക്റ്റ് വെർബ് ഇതൊക്കെ ഉണ്ടാകണം. പക്ഷേ സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ ഗ്രാമറോ ഒന്നും കറക്റ്റ് ആവണമെന്നില്ല. അതാണ് നമ്മൾ റൈറ്റിംഗ് ടാസ്ക് ആയിട്ട് ചെയ്യുന്നത്. അതിന് 1 പോയിൻറ്റ് കൊടുക്കാം. ഓക്കെ. പിന്നെ അടുത്തത് കോപ്പിയിങ് ആണ്. കോപ്പിയിങ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറയുന്നത്, ഒരിടത്തത് നോക്കി വേറിടത്തോട്ട് വരയ്ക്കുന്നതിനോ എഴുതുന്നതിനല്ലേ നമ്മൾ കോപ്പിയിങ് എന്ന് പറയുന്നത്. അതിനും നമ്മളൊരു ടാസ്ക് ചെയ്യിക്കാറുണ്ട്. അതായത് അതെന്താണെന്ന് ചോദിച്ചാൽ
ഇതുണ്ടോ, ഇതിനകത്തൊരു പടം കാണിച്ചേക്കുന്നുണ്ടോ? അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ഡയഗ്രമാണ്. ഇതാണ് യൂഷ്വലി പേഷ്യൻറ്റിനെ കൊണ്ട് മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്രം ഇതാണെന്ന്. ഇതെന്താണെന്ന് വെച്ചാൽ 2 പെൻറ്റഗൺസ് ആണ്. പെൻറ്റഗൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ജിയോമെട്രിക്കൽ ഫിഗറാണ്. അതിന് 5 സൈഡ്സും 5 ആംഗിൾസും ഉണ്ടാവും. മനസ്സിലായോ? അങ്ങനെയുള്ള 2 പെൻറ്റഗൺസ് എന്നാണ് അതിന് പറയുന്നത്. പെൻറ്റഗൺസ് 5 സൈഡ്സും ഉണ്ട്, 5 ആംഗിൾസും ഉണ്ട്. അത് രണ്ടും കൂടെ ഇൻ്റർലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു പടമാണിത്. മനസ്സിലായോ? ഇതുപോലെ തന്നെ പേഷ്യൻറ്റിന് ഇത് കോപ്പി ചെയ്യാൻ പറയുക. ഈ പടം കാണിച്ചിട്ട് ഇതുപോലെ വരയ്ക്കാൻ പറയുക. അതിനും ഒരു പോയിൻ്റ് കൊടുക്കാം. അപ്പം ഇതെല്ലാം കൂടെ അപ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റും ആയി. അപ്പം അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തത്? അതായത് ഓറിയൻറ്റേഷന് പോയിൻറ്റ്സ് കൊടുത്തു. പിന്നെ അറ്റൻഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ എത്ര പോയിൻറ്റ്സ് ആദ്യം കൊടുത്തത്? 10 പോയിൻറ്റ്സ് അല്ലേ കൊടുത്തത് ഓറിയൻറ്റേഷന്. അത് കഴിഞ്ഞിട്ട് അതായത് നമ്മൾ പ്ലേസും ഓറിയൻറ്റേഷൻ 2 തരത്തിലാണല്ലോ നമ്മൾ കൊടുത്തത്. ഒന്ന് നമ്മൾ പ്ലേസ് ഏതാണെന്നും പിന്നെ ആദ്യത്തേത് ടൈം ഏതാണെന്നും നമ്മൾ നോക്കിയത്. ഇയറും ഡേയും ഡേറ്റും ഒക്കെ അല്ലേ ചോദിച്ചത്. അപ്പോൾ അതിന് 2 കൂടെ 10 ആയിരുന്നു. പിന്നെ അറ്റൻഷൻ ആൻഡ് കാൽക്കുലേഷന് 5 ആയിരുന്നു. പിന്നെ രജിസ്ട്രേഷന് 3 ആയിരുന്നു. റീകോളിങ്ങിന് 3 ആയിരുന്നു. ലാംഗ്വേജിന് 2 ആണ്. അതിൽ തന്നെ നമ്മൾ ഡിവൈഡ് എടുത്തപ്പോൾ അതായത് റെപ്പറ്റീഷന് വേണ്ടി ഉപയോഗിച്ചത് അല്ലെങ്കിൽ 2 ആയിരുന്നു. പിന്നെ 3 സ്റ്റേജ് കമാൻഡിന് 3 പോയിൻ്റാണ് കൊടുത്തത്. പിന്നെ റീഡിങ്ങിന് 1 പോയിൻ്റ്, ദെൻ റൈറ്റിങ്ങിന് 1 പോയിൻ്റ്, കോപ്പിയിങ്ങിന് 1 പോയിൻ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 30 പോയിൻറ്റ്സ് ആ പേഷ്യൻറ്റിന് കിട്ടുന്നത് കറക്റ്റായിട്ട് ചെയ്താൽ. പക്ഷേ കോഗ്നിറ്റീവ് ഇമ്പയർമെൻ്റ് ഉള്ള പേഷ്യൻറ്റിന് ഒരിക്കലും ഈ പറയുന്ന അത്രയും 30 കിട്ടത്തില്ല. അല്ലെങ്കിൽ 0 to 30 എന്നുള്ളത് വേരി ചെയ്യാം അല്ലേ. ചില പേഷ്യൻസ് മെമ്മറി കപ്പാസിറ്റി കാണത്തില്ല, ചിലർക്ക് രജിസ്ട്രേഷൻ കപ്പാസിറ്റി കാണത്തില്ല, ചിലർക്ക് ഓറിയൻറ്റേഷൻ പ്രോപ്പർലി ആവത്തില്ല, അറ്റൻഷൻ ആൻഡ് കാൽക്കുലേഷൻ ശരിയായിട്ട് വരത്തില്ല, റീകോളിങ് പറ്റത്തില്ല, അങ്ങനെ റീഡിങ് കപ്പാസിറ്റി ശരിയൊക്കെ കാണത്തില്ല, അല്ലെങ്കിൽ റൈറ്റിംഗ് കപ്പാസിറ്റി, കോപ്പിങ് കപ്പാസിറ്റി, ഇതിലൊക്കെ ഇമ്പയർമെൻ്റ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ എല്ലാ ഹയർ മെൻ്റൽ ഫങ്ഷന് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഫങ്ഷനും എത്രമാത്രം കൃത്യമായിട്ട് പേഷ്യൻ്റ് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കണമെങ്കിൽ ഈ കിട്ടിയ സ്കോറിനെ ഇൻ്റർപ്രറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇനി സ്കോറിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് അസസ് ചെയ്യുന്നതെന്ന്. ഇപ്പം നമ്മളിത് വിശദമായിട്ട് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇച്ചിരി സമയം എടുക്കും, അല്ലെങ്കിൽ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതാ പറഞ്ഞ് 20 to 30 മിനിറ്റ്സ് കൊണ്ട് ഇത് ചെയ്യാം. ഇനി നമ്മൾ അതായത് സ്കോറിംഗ് ബേസ്ഡ് ഓൺ ഇൻ്റർപ്രറ്റേഷൻ, അതായത് മൈൽഡ് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ്റെ സ്കോറിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് 24 to 30 ആണ് പേഷ്യൻറ്റിന് കിട്ടിയത്. മാക്സിമം 30 ആണല്ലോ. അതൊരു റേഞ്ച് പേഷ്യൻറ്റ് കാണിക്കുന്നത് 24 to 30 എന്നാണെങ്കിൽ പേഷ്യൻറ്റിന് നോ കോഗ്നിറ്റീവ് ഇമ്പയർമെൻ്റ് എന്ന് പറയാം. മനസ്സിലായോ? പിന്നെ 18 to 23 ആണ് പേഷ്യൻറ്റ് കാണിക്കുന്ന സ്കോറെങ്കിൽ അതിന് മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് പേഷ്യൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ 0 to 17 ആണ് പേഷ്യൻറ്റിന് കിട്ടിയ പോയിൻറ്റ്സ് എങ്കിൽ പേഷ്യൻറ്റിന് സിവിയർ കോഗ്നിറ്റീവ് ഇമ്പയർമെൻ്റ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? പിന്നെ ഇത് വേറൊരു അസസ്മെൻറ്റും കൂടെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും. അതായത് 21 ആണ് പേഷ്യൻറ്റിന് കിട്ടിയ സ്കോറെങ്കിൽ ദാറ്റ് പേഷ്യൻ്റ് ഈസ് അബ്നോർമൽ ഫോർ 8th grade എഡ്യൂക്കേഷൻ. അതായത് 8th grade എഡ്യൂക്കേഷൻ തൊട്ട് പേഷ്യൻറ്റിന് പഠിത്തത്തിലൊക്കെ ബുദ്ധിമുട്ടുള്ള ആയിരിക്കും ഇത്രയും അങ്ങനെ സ്കോർ കിട്ടുന്ന ഒരു പേഷ്യൻറ്റ് 21 കിട്ടിയാൽ. ബിലോ 23 ആണെങ്കിൽ അബ്നോർമൽ ഫോർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ. കാരണം അവർ ബുദ്ധിയില്ലാത്ത കുട്ടികളെ പോലെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത്, അല്ലെങ്കിൽ അവർക്ക് ദേ ആർ അബ്നോർമൽ ഫോർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ. പിന്നെ കിട്ടുന്ന സ്കോറ് 24 അതായത് 24 താഴെയാണെങ്കിൽ അബ്നോർമൽ ഫോർ കോളേജ് എഡ്യൂക്കേഷൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ഇനി ഇത് കൂടാതെ ഈ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ഒരു പേഷ്യൻ്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അസസ് ചെയ്യാനും ഈ സ്കോർ ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്കോറ് 20 points ആണെങ്കിൽ കിട്ടുന്നതെങ്കിൽ പേഷ്യൻ്റ് അലർട്ടാണെന്ന് അർത്ഥം. ഇഫ് ദ സ്കോർ ഈസ് 25 points പേഷ്യൻ്റ് ഈസ് അലർട്ട്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 21 to 24 points പേഷ്യൻ്റ് ഈസ് ഡ്രൗസി,
And if the score is between 10 to 20 points, patient is in stupor stage. And if it is below 10 points, patient is in coma stage. അപ്പം ലെവൽ ഓഫ് കോൺഷ്യസിനെ അസസ് ചെയ്യാനും ഈ പറയുന്ന മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ്റെ സ്കോറ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് പേഷ്യൻ്റെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസിനെ, അതായത് പേഷ്യൻറ്റിന് പഠിക്കാനുള്ള കഴിവിനെ ഒക്കെ അസസ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ പേഷ്യൻ്റെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിനെ നോക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ പേഷ്യൻറ്റിൻ്റെ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഈ പറയുന്ന മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഹെൽപ്ഫുള്ളാണ്. ഇത് കൂടുതലും നമ്മൾ ഏതുതരം സൈക്കാട്രിക് പേഷ്യൻസിനൊക്കെയാണ് ചോദിച്ചാൽ ഡിമെൻഷ്യ ഉള്ള പേഷ്യൻ്റ്, ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉള്ള പേഷ്യൻ്റ്, ബ്രെയിൻ ഇമ്പയർമെൻ്റ് ഒക്കെ ഉള്ള പേഷ്യൻസിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. പിന്നെ നമ്മൾ നേരത്തെ ഡീറ്റെയിൽഡ് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ പഠിച്ചല്ലോ, അത് നമ്മൾ അന്ന് പഠിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഒരു പേഷ്യൻ്റ് MSc പല പ്രാവശ്യം ചെയ്യണം. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഇൽനസ് വി ഹാവ് ടു ഡു മെനി ടൈംസ് to make assessment of the patient, to assess the prognosis of the patient, and also to assess the symptomatology, intensity of symptomatology. പിന്നെ കൊടുക്കുന്ന മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രമാത്രം ഉണ്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ പല പ്രാവശ്യം മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് നമുക്ക് പേഷ്യൻറ്റിൻ്റെ എല്ലാം വളരെ വിശദമായിട്ട് നോക്കണ്ട. നമ്മൾ എന്ത് നോക്കുന്നുണ്ട്, പേഷ്യൻ്റെ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് മാത്രം നോക്കിയാൽ മതിയെങ്കിൽ ഈ പറയുന്ന മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ മാത്രം നടത്തിയാൽ മതി. അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം നമ്മളുടെ പേഷ്യൻ്റ് ഏതാ ചെയ്യേണ്ടതെന്ന്. മനസ്സിലായോ? ബാക്കിയെല്ലാം ഓക്കെയാണ്. പേഷ്യൻ്റ് ഇപ്പോൾ എക്സ്റ്റേണൽ അപ്പിയറൻസും ഒക്കെ പേഷ്യൻ്റ് ഓക്കെ ആയി, പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ബെറ്ററായി, പേഷ്യൻ്റ് ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പേഷ്യൻ്റ് നഷ്ടപ്പെട്ടത് പലതും തിരിച്ചെടുക്കും അല്ലേ? അങ്ങനെ വരുന്നതുകൊണ്ട് പേഷ്യൻറ്റിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അസസ് ചെയ്തുകൊണ്ടിരിക്കണം. MSc ഓഫ് ദി പേഷ്യൻറ്റ് യു ഹാവ് ടു അസസ് എവറി നൗ ആൻഡ് ദെൻ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ് ഓർ ഹൗ സൗണ്ട്ലി ദ മൈൻഡ് ഈസ് ഫങ്ഷനിങ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ളപ്പം എല്ലാം വളരെ വിശദമായിട്ട് നോക്കിയില്ലെങ്കിലും നമുക്ക് ചില പോയിൻറ്റ്സ് മാത്രം മതി. ഇപ്പോൾ പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആണോ, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ റീകോളിംഗ് കപ്പാസിറ്റി എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കാൽക്കുലേറ്റീവ് കപ്പാസിറ്റി എത്രമാത്രം ഉണ്ട്, മനസ്സിലായോ? അല്ലെങ്കിൽ റീകോളിംഗ് എങ്ങനെ, രജിസ്ട്രേഷൻ പ്രോപ്പറാണോ, മനസ്സിലായോ? അറ്റൻഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെങ്കിൽ നമ്മൾ ഈ കോഗ്നിറ്റീവ് ഫങ്ഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിനു വേണ്ടി ഹെൽപ്ഫുൾ ആകുന്നതാണ് ഈ മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റും നിങ്ങളുടെ ശ്രീവാണിയുടെ പുസ്തകത്തിൽ അപ്പൻഡിക്സ് 6 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം, പുസ്തകം കയ്യിലുള്ളവർ നോക്കണം. അത് വായിച്ചാൽ വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാകും. അതിനകത്ത് സ്കോർ ഓരോന്നിനും എങ്ങനെയൊക്കെയാണ് ചോദിച്ചേക്കുന്നത്, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതെന്നും 30 സ്കോർ അല്ലെങ്കിൽ 30 പോയിൻറ്റ്സ് എങ്ങനെയാണ് കിട്ടുന്നതെന്നും ഒക്കെ വിശദമായിട്ട് ആ പടം സഹിതം പെൻറ്റഗണിൻ്റെ ഇൻ്റർലോക്കിംഗ് പെൻറ്റഗൺ സഹിതം അതിനകത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ പോയി അത് നോക്കണം. ദാറ്റ് ഈസ് ദ അപ്പൻഡിക്സ് 6 വിച്ച് ഷോസ് മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഫോർമാറ്റ്. മനസ്സിലായോ? അപ്പം അന്നന്ന് പഠിക്കണമെന്ന് ഞാൻ പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിക്കണമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ പോയി നിങ്ങളിത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി ആരുടെയെങ്കിലും കയ്യിൽ പുസ്തകം ഇല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം അയച്ചു തരാം. പുസ്തകം വാങ്ങിക്കണം മസ്റ്റായിട്ടും. ഇല്ല എന്ന് പറയാതെ നമ്മൾ നിങ്ങളുടെ പഠിത്തം ഈസി ആകണമെങ്കിൽ ദ ബുക്ക് ഷുഡ് ബി വിത്ത് യു. പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് ഷുഡ് ബി വിത്ത് യു. അതിനൊരുപാട് വിലയൊന്നും ഉള്ളതല്ല. ഇത് പിന്നെ എപ്പോഴെങ്കിലും മേടിക്കാമെന്ന് വിചാരിക്കുന്നത്. മേടിക്കുകയാണെങ്കിൽ നേരത്തെ മേടിക്കണം. അതുകൊണ്ട് ഇഫക്റ്റീവ് ആകണം. പല ബുക്കുകളും കടകളും ഒക്കെ ഇപ്പോൾ തുറക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങിക്കുക. അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരാനോ വല്ലതും പറയുക. ഓക്കെ, അപ്പം മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രീഫ് ടൈപ്പ് ഓഫ് മെൻ്റൽ എക്സാമിനേഷനാണ് ദാറ്റ് പ്രൊഫഷണൽ നേഴ്സ് ഈസ് ഡൂയിങ് ഫോർ ദ പേഷ്യൻറ്റ്. മനസ്സിലായോ? അപ്പം ഇനിയും മെൻ്റൽ സൈക്കാട്രിക് അസസ്മെൻറ്റിലെ വേറെ 1-2 കാര്യങ്ങൾ, ന്യൂറോളജിക്കൽ എക്സാമിനേഷനൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഫസ്റ്റ് അനാറ്റമിയിലും ഫിസിയോളജിയിലും ഒക്കെ പഠിക്കുന്നതാണ്. അതും ഒരു മാനസിക, നമുക്കറിയാമല്ലോ, ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. തന്നെയല്ല, ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും 2 sides ഓഫ് ദി സെയിം കോയിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഫിസിക്കൽ ഹെൽത്ത്, നമ്മൾ മാനസിക രോഗിയുടെ അസസ്മെൻറ്റ് നടത്തുമ്പോൾ ശരീരത്തിൻ്റെ അസസ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അസസ്മെൻറ്റ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം, അതുപോലെ അസസ്മെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ സൈക്കോളജിയിൽ
സൈക്കോളജിക്കകത്ത് ഇൻ്റലിജൻസും അതിൻ്റെ ഡിഫറെൻറ്റ് എങ്ങനെയാണ് അതിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തി ഇൻ്റലിജൻസ് കണ്ടുപിടിക്കുന്നത്, അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട്. അത് ഒന്ന് റിവ്യൂ ചെയ്യണം. ആ പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൈക്കോളജിയുടെ ടെക്സ്റ്റ് ബുക്കും ഒക്കെ എടുക്കണം, റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പഠിക്കാത്ത ഹിസ്റ്ററി കളക്ഷന്, ഇൻ്റർവ്യൂ, പിന്നെ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഇൻക്ലൂഡിങ് ദിസ് മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഒക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നത്. ഇനിയുള്ളത് ഞാൻ വളരെ പെട്ടെന്ന് നമ്മളൊന്ന് റിവ്യൂ ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വായിച്ചുകൊണ്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. മനസ്സിലായോ? അതായത് നെക്സ്റ്റ് ഡേയിൽ വരുമ്പോൾ നിങ്ങൾ സൈക്കോളജിക്കൽ ടെസ്റ്റ്, ദെൻ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ. അന്നേരം ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ, ഹെഡ് ടു ഫുഡ് എക്സാമിനേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ന്യൂറോളജിക്കൽ ടെസ്റ്റ് ഒക്കെ പഠിക്കാറുണ്ട് അല്ലേ? അപ്പം അത് സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ടെസ്റ്റുകൾ അതിനകത്ത് ഒത്തിരി വരുന്നത്. റിഫ്ലക്സസ് നോക്കുന്നത്, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടല്ലോ. ക്രേനിയൽ നെർവ്സിൻ്റെ ഫംഗ്ഷൻ നോക്കുന്നത്, അങ്ങനെ ചില കാര്യങ്ങൾ. അതൊക്കെ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്തുകൊണ്ട് പോരണം. ഇത് ഫസ്റ്റ് ഇയറിൽ പഠിച്ച അനാറ്റമി ഫിസിയോളജി ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഐ വിൽ ബി ജസ്റ്റ് റിവ്യൂയിങ് ഓൾ ദീസ് തിങ്സ്. സോ യു പീപ്പിൾ കം പ്രിപ്പയർഡ് വിത്ത് ദാറ്റ്. ഓക്കെ. അപ്പോഴേ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഇപ്പം മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ പഠിച്ചു. അപ്പം ഇതൊക്കെ ഒരുപാട് ബുദ്ധി വേണ്ട ഒന്നും അല്ല, പക്ഷേ ന്യൂ തിങ്സ് ആണ് നിങ്ങൾക്കിത്. അതുകൊണ്ട് ബ്രെയിനിൽ നന്നായിട്ട് രജിസ്റ്റേർഡ് ആകണമെങ്കിൽ പല പ്രാവശ്യം വായിച്ച് നോക്കണം, കേട്ട് മനസ്സിലാക്കിയത് ഇൻ്റർ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. സംശയം എന്തുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാനും ഒക്കെ പഠിക്കണം. മനസ്സിലായോ? അത് എങ്കിൽ മാത്രമേ സൈക്യാട്രിക്ക് ഒരുമാതിരി ജയിച്ചു പോകാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നുകൊണ്ട് നമ്മൾ മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഞാനിവിടെ തീർക്കുകയാണ്. പക്ഷേ ദർ ആർ സം ഈ അടുത്ത കാലത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടു. വാട്ട് ആർ ദ റോൾ ഓഫ് എ സൈക്കാട്രിക് നേഴ്സ് ഓർ എ മെൻ്റൽ ഹെൽത്ത് നേഴ്സ് ഇൻ മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ്? അതായത് പേഷ്യൻ്റെ മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു സൈക്കാട്രിക് നേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് നേഴ്സിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? അത് എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ഇപ്പം mental status examination, which is a very important topic in psychiatric nursing, you should be well versed. Okay, so go through it and study it very well. Okay, അപ്പം ഇന്നത്തെ നമുക്ക് ഇവിടെ കൊണ്ട് തീർക്കാം. ഓക്കെ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ക്വസ്റ്റ്യൻ തന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അസൈൻമെൻറ്റ് എഴുതുന്ന കാര്യം. അല്ലാതെ ഞാൻ ക്വസ്റ്റ്യൻ അസറ്റ് സെൻഡ് ചെയ്തില്ലായിരുന്നു. അത് ഞാൻ മറന്നുപോയിട്ടല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്നോർത്തിട്ട് പർപ്പസ്ലി ഞാൻ അയച്ചു തരാം ഞാൻ. ഓക്കെ. അതുപോലെ തന്നെ മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനൊക്കെ ഷോർട്ട് നോട്ടിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യു ഹാവ് ടു റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ. ഷോർട്ട് നോട്ടെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് പേജസ് ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. ഓക്കെ. അതും എൻ്റെ അസൈൻമെൻറ്റായിട്ട് കൺസിഡർ ചെയ്ത് നാളെ എഴുതണം. ഓക്കെ.